ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാനും അതുപോലെ തന്നെ എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു 2-3 ദിവസമായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേ ആയത് കേട്ടോ. സത്യം പറഞ്ഞാൽ 2-3 വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നേരത്തിൽ എഡിറ്റ് ചെയ്യാനൊന്നും ടൈമും ഇല്ല. ഉള്ള ടൈമിലൊന്നും എന്തോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. പനിയും ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച ഞാൻ അങ്ങോട്ട് പോയിട്ട് അട്ടപ്പാടിയിൽ നിന്ന് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചൊവ്വാഴ്ച ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. പോണ അന്നൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോയി വന്ന ഉടനെ പിന്നെ എന്തോ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും തോന്നിയില്ല കേട്ടോ. കാരണം ഡോക്ടർ പറഞ്ഞ കുറച്ച് ചെറുപ്പം തൊട്ട് നന്നായിട്ട് വീഡിയോ വലിക്കൂട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് നല്ലോണം കാണുന്നത്. അപ്പോൾ മൂപ്പർക്ക് ശ്വാസം എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട്. വീഡിയോയിലേക്ക് കൂടിയിട്ട് ശ്വാസകോശം നിറച്ചു പോകുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇനി വീഡിയോ വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് കുടിക്കുന്നതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി, വിഷമമായി. പിന്നെ അത് മാത്രമല്ല അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് ഓക്സിജൻ കുറവുണ്ട്. പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൽ CRPൻ്റെ അളവൊക്കെ നന്നായിട്ട് കൂടുതലാണ്. 6 ഓൾമോസ്റ്റ് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ ഉപ്പാക്ക് അത് 300 സംതിങ് ഉണ്ട്. അപ്പോൾ അത് അത്രയും കൂടുതലാണ്. അത് കുറഞ്ഞ് നോർമലായിട്ട് ആ ഒരു 6ലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം 10ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉപ്പാക്ക് ശ്വാസം എടുക്കാൻ നന്നായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അഡ്മിറ്റ് ചെയ്യാൻ അവിടെ നിൽക്കാൻ ആളുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ രാത്രി നിൽക്കാൻ പറ്റില്ല. കാരണം ഫാദുക്കുട്ടിക്കും വയ്യ, അവൾക്കും എക്സ്റേ എടുക്കണമായിരുന്നു ചെക്കപ്പ് ചെയ്തിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പാക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ആൾ ഉഷാറായി വരുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, മരുന്നും കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിച്ചിട്ട് ഇപ്പോൾ നോർമലായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമാധാനം ആയപ്പോഴാണ് വീഡിയോസിനൊക്കെ ഒന്ന് നോക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ടേ നമുക്ക് എന്ത് പറ്റിയാലും നമ്മളത് യൂട്യൂബിൽ പറയും, നമ്മളെ യൂട്യൂബാണ് നമ്മുടെ ലോകം എന്ന്. അത് വെറുതെയാണ് കേട്ടോ. നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്. ആ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലൊന്നും നമുക്കതൊരു വീഡിയോ ആക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് പൈസ വരുമാനമാക്കി മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. എല്ലാവരും കൊണ്ട് പറ്റുമെന്ന് അറിയില്ല, എന്തോ എനിക്ക് പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ അരിപ്പൊടി കലക്കിയിട്ട് ഉള്ള ദോശയാണ് കേട്ടോ. പിന്നെ ഇന്ന് പനങ്ങോട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്, ചൊവ്വാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും, ചിലപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും തീർത്ത് നമ്മുടെ ഫൈസിക്കുട്ടീനെ സ്കൂൾക്ക് വിട്ടിട്ട് അങ്ങനെ നേരെ പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചെപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വിശന്ന് പൊരിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ പണിയൊക്കെ ഒരുക്കിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി കലക്കി താപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതൊന്ന് കട്ടയില്ലാതെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഞായറാഴ്ച ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ശനിയാഴ്ച എൻ്റെ ഇക്കാൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കിയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെയൊന്നും. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പണി കുറച്ച് കുറഞ്ഞ് കിട്ടിയല്ലോ. അങ്ങനെ ദോശ അടുപ്പത്ത് ചുട്ടിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെയാണ്. ഫാദുക്കുട്ടിക്ക് വയ്യ, ചുമയും ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ചെവി വേദന, തൊണ്ടവേദന, അങ്ങനെ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ നമ്മളിവിടെ. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീരാനാകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കൂടെ ചായയും കൂടി ഗ്യാസിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫൈസിക്കുട്ടി മദ്രസ വിട്ട് വരാനായിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ആയിട്ട് കുറേ ദിവസം മുന്നേ വാങ്ങി വെച്ചതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ടൊന്നും സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പേരിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാബേജിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫാദുക്കുട്ടീൻ്റെ ടോറാബൂച്ചിൻ്റെ ബാഗിൽ പൈസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മുടെ ഫൈസിക്കുട്ടി എല്ലാം അടിച്ച് മാറ്റി കൊണ്ടുപോകാണ്. ഫൈസിക്കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പൈസ സേവ് ചെയ്യാനുള്ള ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അവിടെ പൈസ പെട്ടി വാങ്ങുക, അതിലിടുക, അങ്ങനത്തെ ഉള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്ത് നമ്മളൊരു പൈസപ്പെട്ടി ഉണ്ടായിരുന്നു നമ്മളടുത്ത്. ഇക്ക അങ്ങനെ പൈസ ഇട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുറേ ദിവസം ഇക്കക്ക് പണിക്കൊന്നും പോവാതെ കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഒരു പൈസപ്പെട്ടി പൊട്ടിച്ച് അതിലൊരു 1200 രൂപ ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തോട്ടെ ഒരാവശ്യത്തിന്. അപ്പോൾ അത് ഇവൻ കണ്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഇവന് ഈ പൈസ സേവ് ചെയ്യുന്നത്, പൈസ പെട്ടിയിൽ ഇട്ട് വെക്കുന്നതിനെ കുറിച്ചൊരു ഇത് വന്നത് കേട്ടോ. ഇതുവരെ അങ്ങനെ പൈസ വേണമെന്നോ എടുത്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൈസ ചില്ലറ പൈസയൊക്കെ കാണുമല്ലോ നമ്മൾ മേശയിലും കബോർഡിലൊക്കെ, അതൊന്നും എടുക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എവിടെ ഇങ്ങനെ ചില്ലറ പൈസ കണ്ടു കഴിഞ്ഞാൽ വേഗം എടുത്തിട്ട് അവൻ്റെ ഒരു പെട്ടിയുണ്ട്, ഒരു എന്താ പറയുക, ഒരു വാച്ച് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു കാർബോണിൻ്റെ ഒരു കുഞ്ഞു പെട്ടിയാണ് കേട്ടോ, അതിൽ കൊണ്ടുപോയിടും കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ അതുകൊണ്ട് പൈസ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയിക്കാണ് അവളേക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ പറഞ്ഞ മുട്ടക്കറി ഉണ്ടല്ലോ, മുട്ടയൊന്നുമില്ല കേട്ടോ, ആ ഒരു കറി ഇതാ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചൂടാക്കാൻ വേണ്ടി. ഇത് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓളും കൂടി പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ 5-6 ദിവസം ഇങ്ങനെ ഗ്യാപ്പ് എടുത്തതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഒന്നും കൊടുക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഒരു വിറകിലും വെപ്രാളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്യാമല്ലോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ എന്തോ എന്താ പറയുക, അത് പറ്റണില്ല കേട്ടോ. അപ്പോൾ ദോശയൊക്കെ അതാ ചുട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പഞ്ചസാര കിട്ടും. പിന്നെ പൈസയ്ക്ക് ആവശ്യമുള്ള ദോശയൊക്കെ എടുത്തോളൂ കേട്ടോ. ചെറിയ പണികളൊക്കെ വന്ന് ചെയ്യും കേട്ടോ. ചായ മധുരം എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഇടുകയൊക്കെ ചെയ്യും. പക്ഷേ എത്ര ഇട്ടാലും ചിലപ്പോൾ ഇളകൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കുടിച്ചിട്ട് പറയും ഇതിന് മധുരമെല്ലാം വെച്ച് എത്ര ഇട്ടിട്ട് മധുരമില്ല എന്നൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇളക്കൽ താഴത്ത് എത്തൂല. അതുകൊണ്ട് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ കുഞ്ഞു പണികളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികളെ അങ്ങനെ എപ്പോഴും ജോലി ചെയ്യിപ്പിക്കണം അങ്ങനെ നല്ല കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ കഴിച്ച പാത്രമൊക്കെ ടേബിളിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ടേബിളിൽ നിന്ന് കിച്ചണിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് ഒലിമ്പിപ്പിക്കുക. പിന്നെ ഇതേപോലെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അതൊരു മടി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പറയാതെ വലുതാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതൊന്നും നമ്മുടെ പണിയല്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത് വരും. അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിലും ചെറുതായിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആൾ ടി വി കണ്ടിട്ട് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ ടി വി കണ്ടിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. രാവിലെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മദ്രസൊക്കെ പോയിട്ട് ഞാൻ കൊഞ്ഞു വന്നതല്ലേ, രാവിലെ ഒന്നും കഴിക്കില്ല കേട്ടോ. ആൾ കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ ആൾ കുടിക്കുള്ളൂ. നമുക്കാണ് ഒരു ഇടങ്ങാറാണ് രാവിലെ ഈ വെറും വയറ്റിൽ ഇങ്ങനെ മദ്രസയിൽ പോയിരിക്കാൻ. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ വയറിങ്ങനെ കാണും. അപ്പോൾ എങ്ങനെയെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ ആൾ കുടിക്കൂല കേട്ടോ, തുള്ളിയേ കുടിക്കുള്ളൂ. പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ക്യാബേജ് അരിയുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് അതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാബേജിൻ്റെ കൂടെ വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇങ്ങനെ ക്യാബേജും ക്യാരറ്റും ഉപ്പേരി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല രസമാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വെള്ള കളറിൻ്റെ കൂടെ ഈ ഒരു ഓറഞ്ച് കളറും കൂടി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ക്യാരറ്റ് മാത്രം ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മധുരമാണല്ലോ, അപ്പോൾ അത് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. എനിക്കും പാതക്കുട്ടിയും പച്ചക്കറി കൂട്ടുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫൈസിക്കുട്ടിൻ്റെയും ഇക്കാനെയും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ പച്ചക്കറി വിരോധികളാണ്. അപ്പം അതുകൊണ്ട് ഓലമ്പലത്തിൽ കൂട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ പാതക്കുട്ടീൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഉപ്പേരി കാര്യങ്ങളൊക്കെ അരിയണം. വീട് ഓൾമോസ്റ്റ് അലങ്കോലമായി കിടക്കുകയാണ്. കാരണം ഞായറാഴ്ച ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞായറാഴ്ചത്തെയാണ്. അപ്പോൾ ഫാദുക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു വിരുന്നും കൂടി ഉണ്ടായിരുന്നു. ഇതിന് മുന്നിട്ട വീഡിയോൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു മലപ്പുറത്തെ കല്യാണം പണ്ട് എൻ്റെ കസിൻ്റെ. അപ്പോൾ അവളെയും ചെക്കനെയും പിന്നെ അവളുടെ ഉമ്മയും ഉപ്പയും അനിയനും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു സൽക്കാരം പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്തൊക്കെ ഫുഡാണെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഷോർട്സ് എന്താ മനസ്സിലാവും കേട്ടോ. ഷോർട്സ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോന് മുന്നേ ആ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഫൈസിക്കുട്ടിക്ക് ചായ കൊടുത്തു. അതിനുശേഷം ദോശ ചുട്ടിട്ട് അടുപ്പത്തേക്ക് വേഗം തന്നെ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ച ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ചായ കുടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുമല്ലോ. അങ്ങനെ അരിയും കാര്യങ്ങളൊക്കെ ഇതാ അടുപ്പത്തിട്ടു. അപ്പോഴത്തേക്കും നമ്മൾ ഞായറാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ 3 വെക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചു കൊണ്ടേ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടോ. ഇതിപ്പോൾ ചൊവ്വാഴ്ച അല്ലല്ലോ, ചൊവ്വാഴ്ച ആയില്ലേ, തിങ്കളാഴ്ച കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ തിങ്കളാഴ്ച അട്ടപ്പാടിക്ക് പോയതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും കൊണ്ടേ കൊടുക്കുക. നമ്മളൊരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കൊടുക്കണമല്ലോ. എനിക്ക് വൈകുന്നേരം തന്നെ കൊണ്ടേ കൊടുക്കണമെന്നായിരുന്നു, പക്ഷേ വൈകുന്നേരത്ത് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ല. നല്ല ടയേർഡായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടോ. കാരണം രാവിലെ നേരത്തെ നീച്ച് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും അളവിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി, പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കി, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, ചിക്കൻ ചില്ലി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷെ ഇവരാരും മീൻ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നമ്മളെ വീട്ടിലൊക്കെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കും എന്നല്ലാതെ ഇങ്ങനെ കുറേ പേർക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇത്രയും അളവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നെയ്ച്ചോറ് കൊളായി കേട്ടോ. നെയ്ച്ചോറ് സംഭവം എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറ് ഭയങ്കര സിമ്പിളാണ്, അതൊക്കെ ഇങ്ങനെ ഭയങ്കര തട്ടി മറിച്ചിട്ട് അതാണ് ലാസ്റ്റ് കൊളായി. അതും 1 വട്ടമല്ല 2 വട്ടം കൊളായി കേട്ടോ.
സത്യം പറഞ്ഞാൽ നമ്മൾ പട്ടാഗ്രാമ്പ് ഇതൊക്കെ വാട്ടി ക്യാരറ്റ് ഇട്ട് ഉള്ളി ഇട്ടിട്ട് അരി ഇട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തത് എനിക്ക് ഓർമ്മയില്ല, കപ്പിലാണ് കേട്ടോ, വലിയ കപ്പിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3.5 കപ്പ് വെള്ളമായിരുന്നു, 3 കപ്പ് വെള്ളമാണെന്ന് തോന്നുന്നു. അതിൽ 6.5 ഗ്ലാസ് വെള്ളം അത്രയൊക്കെയാണ് വേണ്ടത്. പക്ഷേ അത് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നിന്ന് അളന്നിട്ട് 5.5 കപ്പ് വെള്ളമാണ് നെയ്ച്ചോറിലേക്ക് ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനത് ധൃതി കൂട്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച തിളപ്പിച്ച വെള്ളം മൊത്തത്തിൽ ഇങ്ങോട്ട് ഈ ഒരു നെയ്ച്ചോർക്ക് ഒഴിച്ചു. അതാണ് സംഭവം കൊളായത്. അതിൽ തന്നെ ആകെ എൻ്റെ കൈയും കിളിയും പോയി. കാരണം ഗസ്റ്റ് എത്താനായി, അതിൻ്റെ ഇടയിൽ ഇത് കൊളാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ആകെയൊക്കെ നല്ല ചീത്ത പറയും. പക്ഷെ ഇക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ, നമ്മളിങ്ങനെ ഇത്രയും ബേജാറായിട്ട് ഇങ്ങനെ ഇത്രയും പേരെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഫുഡ് ഇതുവരെ നമ്മൾ വീട്ടിലുണ്ടാക്കി, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. വലിയ മൂത്തശ്ശിയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുണ്ടാക്കുമ്പോൾ നമ്മൾ സാധനങ്ങൾ റെഡിയാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാന്നും കൂടി പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കല്ല കേട്ടോ, എല്ലാവരും ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കല്ലേ, അതിൻ്റെ ആ ഒരു ടെൻഷനിൽ ചെയ്തതാണ്. അങ്ങനെയൊക്കെ ഏകദേശം വെള്ളമൊക്കെ ആ വെള്ളം മാറ്റി കലത്തിൽ വേറെ വെള്ളം നിറച്ച് ഏകദേശം എത്ര ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് മുക്കിയെടുത്തു. അങ്ങനെ ഏകദേശം വെള്ളവും ഉപ്പും നെയ്യും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മൂടി വെച്ചു. അപ്പോൾ സംഭവം തീ കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ചകിരീൻ്റെ പൊട്ടും ചെറിയൊരു പീസ് വറകും വെച്ചിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോയി. ഓല് വരുന്നതിന് മുന്നേ തുടക്കാമെന്ന് വെച്ചിട്ട് അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. തുടയ്ക്കാൻ വേണ്ടി പോയി. ഇവരടുക്കളയിൽ വേറെ പണിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തീയാണെങ്കിൽ നല്ലോണം കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മൊത്തം വറ്റി. പക്ഷേ അരി പച്ചരി പോലെ തന്നെ ഉണ്ട്, വെന്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വേഗം വാങ്ങി വെച്ച് പിന്നെ വേറെ പാത്രത്തിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് പിന്നെ വേറൊരു പാത്രത്തിൽ ദമ്മിട്ട്, അയ്യോ അങ്ങനെ ഒരു കോലാഹലമായിരുന്നു കേട്ടോ നെയ്ച്ചോറ്. പക്ഷെ ചിക്കൻ കറി കൂട്ടി കഴിക്കുമ്പോൾ സംഭവം അറിയണില്ല. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ നല്ലോണം നമ്മുടെ പുകേൻ്റെ ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു നെയ്ച്ചോറിന്. പക്ഷേ മൊത്തം കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഇവർക്കൊക്കെ കൊടുത്തു വിട്ടു, മുത്തശ്ശിക്കും നാത്തൂനൊക്കെ കൊടുത്തു വിട്ടു, നമ്മളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കറി ഒഴിച്ച് കൂട്ടും പറയുന്നില്ല. പക്ഷെ വെറുതെ നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര പുകൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ വന്നവർക്കൊക്കെ എന്താണെന്നുണ്ടെങ്കിലും നെയ്ച്ചോറും എല്ലാം ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഇത് കൊളായെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ വന്നവരിനെ അങ്ങനെ പറയില്ല, പക്ഷെ നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ, ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ട് എന്ന് പറയും. അപ്പോൾ 2 നെയ്ച്ചോറാണെങ്കിലും മെയിൻ ബിരിയാണി ആണെങ്കിലും എല്ലാം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോയി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരു 5:30 ആയപ്പോൾ പോയി. അങ്ങനെ എല്ലാവരും വന്ന് നല്ല ഹാപ്പി ആയിട്ട് പോയി കേട്ടോ. പിന്നെ നമ്മൾ ഫാദുക്കുട്ടിനെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെയാണ് എടുത്തതുകൊണ്ട് നല്ല ക്ലിയർ ഒന്നും ആയില്ല. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് കൊളായി കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ നമ്മളെ ഫേസ്ബുക്ക് കുട്ടി കുളിച്ച് റെഡിയായി വന്നു. അവനിടാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ ഇട്ടോളൂ കേട്ടോ. ഷർട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് തന്നെ ഇട്ടോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ ഫുഡൊക്കെ ഒന്ന് നമ്മുടെ ബോക്സിലാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഫാദുക്കുട്ടി അംഗനവാടിയിൽ പോകാത്തതുകൊണ്ട് ഫൈസിക്കുട്ടിക്ക് മാത്രമാണ് ചോറൊക്കെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾക്ക് പനിയും ചുമയൊക്കെ ഉണ്ട് ഇപ്പോഴും, അതുകൊണ്ട് ഓള് പോകണില്ല കേട്ടോ. അങ്ങനെ ചോറാക്കി പിന്നെ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, അതാക്കി. പിന്നെ കുറച്ച് ഉപ്പിലിട്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം അതേപോലെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുപോട്ടോ. വെള്ളം തീരെ അധികം കുടിക്കില്ല. അപ്പോൾ വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് നമ്മൾ അതിൽ മൊത്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾ കുടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ ഇതിലാക്കി കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഫൈസിനെ ഏകദേശം വിട്ടിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ ആളാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. അവിടെ എന്തായാലും അവരെ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈസിനെയും ഓല് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈസിനെ അവരോട് കയറ്റി വിട്ടു. പിന്നെ അപ്പോഴത്തേക്കും ഇപ്പം നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പാക്കും എനിക്കും ചായ ഉണ്ടാക്കി. രാവിലെ ഉണ്ടാക്കിയ ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി മധുരമായിട്ട് ഇപ്പാക്ക് കൊടുത്തു. പിന്നെ ഇതാ ചെറുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ട്, അടിച്ചു വാരി. പിന്നെ അതുപോലെ ഇനി ചെറുള്ളിയൊക്കെ നന്നാക്കി മീൻ കറിയും കൂടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു ഫൈസിനെ വിട്ടിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ സമയം കറി ഉണ്ടാക്കിയില്ല. അപ്പോൾ പിന്നെ ഒരു കറിയൊക്കെ ആക്കി ഒരു 11 മണിക്കാണ് നമ്മൾ 11:30ക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 12 മണിക്കാണ് ഡോക്ടർ നോക്കാൻ തുടങ്ങുള്ളൂ, ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ഒരു 12:15 ആകുമ്പോഴത്തേക്കും നമ്മൾ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 11:30ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ റെഡിയാക്കി. ഇനി മീൻ കറി കൂടി വെച്ചിട്ട് എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും ഫാദുക്കുട്ടിയും ഉപ്പിയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പാക്ക് രാവിലെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, തിരക്കില്ലാത്ത ബസ്സിൽ അങ്ങനെ ഇരുന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ നേരം വൈകി 12 മണി ആയിട്ടുണ്ടായിരുന്നു. അല്ല, ഒരു 11:45 ആയി, 12 മണി ആവാനായി. അപ്പോൾ പിന്നെ നമ്മൾ ബസ്സിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന ബസ് ചിലപ്പോൾ തിരക്കായിരിക്കും. KSRTC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും തിരക്കായിരിക്കും. പിന്നെ നമ്മൾ തെങ്കരയിൽ നിന്ന് എടുക്കുന്ന കുട്ടി ബസ്സാണെങ്കിൽ ചിലപ്പോൾ തിരക്കുണ്ടാവില്ല. പക്ഷേ KSRTC ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും, അതിലൊന്നും ഇരിക്കാൻ പറ്റില്ല പനക്ക്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരെ നമ്മൾ നഴ്സിംഗ് ഹോമിൽ പോയി. അങ്ങനെ നവാസ് ഡോക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് 2ാമത്തെ ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ കാണിച്ചു, ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്കപ്പ് ചെയ്ത് എന്തായാലും ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് പേടിയായി. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ടാറ്റാ.